നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിൽ നിന്നും പഴകിയ മത്സ്യം നഗരസഭാ ആരോഗ്യ വിഭാഗം പിടികൂടി. ഇതോടൊപ്പം ഹോട്ടലുകളിലും പരിശോധന നടത്തി പഴകിയ സാധനങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പട്ടാമ്പി നഗരസഭ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും സംയുക്തമായി നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പട്ടാമ്പി മത്സ്യ മാർക്കറ്റിൽ നിന്നും പഴകിയ മത്സ്യങ്ങൾ പിടികൂടിയത്. 7 മത്സ്യ ഹോൾസെയിൽ സ്ഥാപനത്തിലായിരുന്നു പരിശോധനയിൽ 36 സാമ്പിളുകൾ മൊബൈൽ ടെസ്റ്റിംഗ് ലാബിൽ പരിശോധിക്കുകയും ചെയ്തു. 1000 കിലോ പഴകിയ ചൂരമത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഇതോടൊപ്പം പട്ടാമ്പി നഗരത്തിലെ വിവിധ ഹോട്ടലുകളിലും പരിശോധന നടത്തി. പഴകിയ ഭക്ഷണപദാർത്ഥങ്ങളും ഇവിടെ നിന്നും പിടിച്ചെടുത്തതായി ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഫുഡ് സേഫ്റ്റി ഓഫീസർ അഞ്ജലി, സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഷറഫ്, ഷൊർണൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇഷാം അബ്ദുള്ള, ലാബ് ടെക്നീഷ്യൻ ആനന്ദ് തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മാർച്ചിൽ തൃത്താല സ്വദേശിക്ക് പരിക്ക്. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറിയും കപ്പൂർ കോഴിക്കര സ്വദേശിയുമായ സനോജ് കണ്ടലായലിനാണ് പരിക്കേറ്റത്. മറ്റ് നിരവധി പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു. മാർച്ചിന്റെ ഉദ്ഘാടനത്തിന് ശേഷമാണ് പ്രതിഷേധാക്രമണത്തിന് വഴിമാറിയത്. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് 5 തവണ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് തൃത്താല സ്വദേശി സനോജിനും പരിക്കേറ്റത്. മാലിന്യങ്ങളും പായലും നിറഞ്ഞ ഉപയോഗശൂന്യമായി നാശത്തിന്റെ വക്കിൽ ചാലിശ്ശേരി പഞ്ചായത്തിലെ നെല്ലിക്കുളം. പഞ്ചായത്തിലെ 2ാം വാർഡിലെ ആലിം ചുവട്ടിലാണ് വർഷങ്ങൾ പഴക്കമുള്ള കുളം സംരക്ഷിക്കാൻ ആരുമില്ലാതെ നശിക്കുന്നത്. നിലവിൽ നെല്ലിക്കുളം മാലിന്യം നിറഞ്ഞും പായലുകളും പൊന്തക്കാടുകൾ മൂടിയുമെല്ലാം ഉപയോഗശൂന്യമായി. കൂറ്റനാട് തണ്ണീർക്കോട് റോഡിലെ കാനയിലൂടെ ഒഴുകുന്ന മലിനജലം പൂർണ്ണമായും ഈ കുളത്തിലാണ് വന്നു ചേരുന്നത്. ഇതുമൂലം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കുളത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇതിനു പുറമെ തൊട്ടടുത്ത സ്ഥാപനങ്ങളിലെ അവശിഷ്ടങ്ങളും കുളത്തിലെത്തുന്നതായി നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ വർഷം പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചെലവഴിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ശുചീകരിച്ച കുളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതീവ ശോചനീയമാണ്. കൂടാതെ കുളത്തിന്റെ അരികു ഭിത്തി ഇടിഞ്ഞ് വീണത് സമീപത്തെ വീടുകൾക്കും അപകട സാധ്യത ഉയർത്തുന്നുണ്ട്. മഴക്കാലങ്ങളിലാണ് കുളത്തിന്റെ അരികുവശങ്ങൾ ഇടിഞ്ഞു വീഴുന്നത്. കൂടാതെ കുളത്തിലേക്കിറങ്ങുന്ന വഴിയും കാടുകയറി സഞ്ചാരയോഗ്യമല്ലാതായി മാറി. കുളങ്ങൾ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളെ സംരക്ഷിക്കാൻ നിരവധി പദ്ധതികളുള്ള കാലത്തും നെല്ലിക്കുളത്തിന് അവഗണന മാത്രമാണ് ബാക്കി. CCTV ന്യൂസ് തൃത്താല. പ്രസിദ്ധമായ ഞാങ്ങാട്രി മാട്ടായ ഉറൂസ് ഈ മാസം 26-ന് സമാപിക്കും. നവംബർ 15 മുതലാണ് ഉറൂസ് ആരംഭിച്ചത്. സമാപന പരിപാടികൾ 23 മുതൽ ആരംഭിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 41 നാൾ നീണ്ടു നിൽക്കുന്ന പ്രസിദ്ധമായ ഞാങ്ങാട്രി മാട്ടായ ഉറൂസാണ് പരിസമാപ്തിയിലേക്ക് നീങ്ങുന്നത്. പ്രമുഖ പണ്ഡിതനും ഗ്രന്ഥകാരനും സൂഫിവര്യനുമായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് മുഹിയുദ്ദീൻ ബുഖാരിയുടെ 40ാം ആണ്ട് നേർച്ചയും 49ാം അജ്മീർ ഉറൂസുമാണ് ഞാങ്ങാട്രി മാട്ടായ ജലാലിയ മസ്ജിദ് ആൻഡ് ബുഖാരി ദുർഗ ഷെരീഫ് അങ്കണത്തിൽ വെച്ച് നടത്തുന്നത്. നവംബർ 15 മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സമാപനത്തോടനുബന്ധിച്ച് ഡിസംബർ 23 ശനിയാഴ്ച രാത്രി 8 മണിക്ക് ബഷീർ ഫൈസി ദേശമംഗലത്തിന്റെ മതപ്രഭാഷണം ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ പട്ടാമ്പിയിൽ വെച്ച് ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 24 ഞായറാഴ്ച രാത്രി 8-ന് മുസ്തഫ സക്കാഫി തെന്നലിയും പ്രഭാഷണം നടത്തും. 25-ന് തിങ്കളാഴ്ച രാത്രി 8-ന് സമാപന പൊതുസമ്മേളനം നടക്കും. സയ്യിദ് PMS തങ്ങൾ സമാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. റഹ്മത്തുള്ള ഗാസ്മി മൂത്തയുടെ മുഖ്യപ്രഭാഷണം നടത്തും. ഹാജി PP അഹമ്മദ് ജലാവുദ്ദീൻ ബുഖാരി കുളത്തൂർ അധ്യക്ഷനാകും. 25-ന് മൗലിദ് പാരായണവും ബുർദ മജ്ലിസും അജ്മീർ ഉറൂസിന്റെ കൊടിയേറ്റവും അജ്മീർ മൗലിദ് പാരായണവും സമൂഹ സിയാറത്തും അന്നദാനവും ഉണ്ടായിരിക്കും. 26-ന് ചൊവ്വാഴ്ച രാവിലെ ഗത്തം, ദുആ, സിയാറത്ത്, ഭക്ഷണ കിറ്റ് വിതരണം എന്നിവയോടുകൂടി ഉറൂസ് സമാപിക്കും. ഡിസംബർ 23-ാം തീയതി ശനിയാഴ്ച രാത്രി 8 മണിക്ക് ബഷീർ ഫൈസി ദേശമംഗലം മതപ്രഭാഷണം നടത്തും. ഡിസംബർ 24-ാം തീയതി ഞായറാഴ്ച 8 മണിക്ക് ഖാരി മുസ്തഫ സക്കാഫി തെന്നല പ്രഭാഷണം നടത്തുന്നതാണ്. ഡിസംബർ 25-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ഷെയ്ഖ് ബുഖാരി മൗലിദ് പാരായണവും 2:30-ന് ബുർദ പാരായണവും 4 മണിക്ക് അജ്മീർ ഉറൂസിൻ്റെ കൊടികയറ്റവും 4:30-ന് അജ്മീർ മൗലിദും തുടർന്ന് മഗ്രിബ് നിസ്കാരാനന്തരം സൂഫിവര്യന്മാരും സദാത്യങ്ങളും ആശിക്യങ്ങളും പങ്കെടുക്കുന്ന സമൂഹ സിയാറത്തും തിങ്കളാഴ്ച നടക്കുന്നതാണ്. അതിനുശേഷം ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച തന്നെ രാത്രി 8 മണിക്ക് പൊതുസമ്മേളനമാണ്. പൊതുസമ്മേളനത്തിൽ മഹല്ലി മുത്തവല്ലിയും ഉറൂസ് കമ്മിറ്റി രക്ഷാധികാരിയുമായ ഹാജി PP അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി അധ്യക്ഷത വഹിക്കുമ്പോൾ ദുആ നേതൃത്വവും ഉദ്ഘാടനവും സയ്യിദ് PMS തങ്ങൾ ബ്രാലം നിർവഹിക്കുമ്പോൾ മുഖ്യപ്രഭാഷണം റഹ്മത്തുള്ള കാസിമി മുത്തേടം നടത്തുന്നതാണ്. ഒരുപാട് പണ്ഡിതന്മാരും
പതിനായിരക്കണക്കിന് ആളുകളും പങ്കെടുക്കുന്ന ആ മഹത്തായ പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. രാത്രി 12 മണിക്ക് മൗലിദ് പാരായണവും 1 മണിക്ക് ദിക്ർ ഹൽക്കയും ഡിസംബർ 26 ചൊവ്വാഴ്ച സുബഹിസ്കാരാനന്തരം നടത്തപ്പെടുന്ന സമൂഹ സിയാറത്തും ഖത്തം ദുആയും ചൊവ്വാഴ്ച രാവിലെ 10 മണി വരെ നീളുന്ന ഭക്ഷണ വിതരണത്തോടും കൂടെ ഈ മഹത്തായ പരിപാടിക്ക് സമാപനം കുറിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഗത്തീബ് മുനീർ ഹക്സിനി, എം മുഹമ്മദ് ഹാജി കൊളത്തൂർ, KT റിയാസ്, TV ബഷീർ മൗലവി, PP അഷറഫ്, P ഇബ്രാഹിം, PP ഉമ്മർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന് തിരിതെളിഞ്ഞു. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തക മാധു സജി ഉത്സവാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന് കഴിഞ്ഞ ദിവസമാണ് തിരിതെളിഞ്ഞത്. മാധ്യമപ്രവർത്തക മാധു സജി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതാരാണ് ഈ ഐഡിയ ഒക്കെ ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, എങ്ങനെ ഉണ്ടായോ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസവും സന്തോഷവും ഞാൻ നേരിട്ട് കണ്ടനുഭവിക്കുക കൂടിയാണ്. ഇനി എന്തെങ്കിലും വരുന്ന സമയത്തും ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നേരിട്ട് ഏറ്റെടുക്കുന്ന പരിപാലിക്കുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കും എന്നത് നമുക്കറിവുള്ളതാണ്. എന്നിരുന്നാലും ഇനിയും എപ്പോഴെങ്കിലുമൊക്കെ ഈ പരിസരത്ത് വരാൻ കഴിയുമ്പോൾ ഇതിങ്ങനെ തന്നെ കാണാൻ കഴിയട്ടെ, ഇതിന് ചുറ്റുമുള്ള കൂട്ടായ്മ ഇങ്ങനെ തന്നെ കാണാൻ കഴിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ തിരുവാതിര ഉത്സവത്തിൻ്റെ ഭാഗമായൊക്കെ സ്ത്രീകളുടെ ഈ കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളോട് ഈ കാലത്ത് പറഞ്ഞു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരെ കൂട്ടുചേർത്ത് പിടിച്ച് കൈപിടിച്ച് നടത്താനും ഒരു വലിയ കരുതലായി ഒരു സ്ത്രീ കൂട്ടായ്മ ഉണ്ട് എന്നത് എനിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്, സന്തോഷവും പ്രതീക്ഷയും നൽകുന്നുണ്ട്. അത്രയേറെയാണ് ഒരു വാർത്താമുറിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ കേൾക്കുന്നതും കാണുന്നതും അനുഭവിക്കുന്നതും പേടിക്കുന്നതും ആശങ്കപ്പെടുന്നതും പലപ്പോഴും കരയുന്നതുമൊക്കെ. മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ വിജയ് അധ്യക്ഷയായി. പെരിങ്ങോട് ഹൈസ്കൂൾ അധ്യാപിക പ്രസീത, വത്സല മുരളീധരൻ, പത്മജ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മേഴത്തൂർ ശ്രീധ്വനി നൃത്ത സംഗീത വിദ്യാലയത്തിലെ കലാകാരികൾ അവതരിപ്പിച്ച നൃത്തനൂപുരം അരങ്ങേറി. വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് കറുകപ്പുത്തൂരിൽ സ്വീകരണം നൽകി. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് കറുകപ്പുത്തൂർ സെന്ററിലാണ് സ്വീകരണം ഒരുക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് T സുഹറ ഉദ്ഘാടനം ചെയ്തു. PLDC തൃത്താല ബ്ലോക്ക് കൺവീനർ അനൂപ് അധ്യക്ഷനായി. ഫിനാൻഷ്യൽ ലിറ്ററസി കൺവീനർ ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. വ്യവസായ വകുപ്പിനെ കുറിച്ച് സ്നേഹ, തപാൽ വകുപ്പിനെ കുറിച്ച് മുഹമ്മദ് മുസ്തഫ, കൃഷി വിജ്ഞാന കേന്ദ്രത്തെക്കുറിച്ച് രവീൻ, FACTയെ കുറിച്ച് ആതിര എന്നിവർ സംസാരിച്ചു. വിവിധ കേന്ദ്ര പദ്ധതികളിലെ അംഗമായി വിജയകരമായി സംരംഭങ്ങൾ നടത്തുന്ന ഗുണഭോക്താക്കളെ ചടങ്ങിൽ ആദരിച്ചു. ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഇടവേള. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിലേക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി തിരുമിറ്റക്കോട് പഞ്ചായത്ത് പെരിങ്കന്നൂർ പാടശേഖരത്തിൽ ഡ്രോൺ പ്രദർശനം സംഘടിപ്പിച്ചു. ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തുന്നതിനെക്കുറിച്ചും നാനോ യൂറിയയുടെ ഉപയോഗത്തെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും കർഷകർക്കിടയിൽ അവബോധം നടത്തി. വെറും 7 മിനിറ്റ് കൊണ്ട് ഏകദേശം 1.5 ഏക്കർ പാടം വരെ ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്താം. 9 ലക്ഷം വിലമതിക്കുന്ന ഡ്രോൺ സബ്സിഡിയിലൂടെ കർഷകർക്ക് സ്വന്തമാക്കാം. വ്യക്തിപരമായി 50%, പാടശേഖര സമിതികൾക്ക് 40% എന്നിങ്ങനെയാണ് സബ്സിഡി നിരക്കുകൾ. തിരുമിറ്റക്കോട് കൃഷി ഓഫീസർ അനിറ്റ, കൃഷി അസിസ്റ്റന്റ്മാരായ വേൽമുരുകൻ, ലളിതാംബിക, ഗ്രാമപഞ്ചായത്ത് അംഗം ഷംസുദ്ദീൻ, ഫാക്ടറി പ്രതിനിധി ആതിര മനോജ്, ഡ്രോൺ പൈലറ്റ് അജിസൺ ജോർജ്, പാടശേഖര സമിതി ഭാരവാഹികളായ പരമേശ്വരൻ ഉണ്ണി, ശിവശങ്കരൻ എന്നിവരും പങ്കെടുത്തു. ഞങ്ങൾ വന്നിരിക്കുന്ന 2 കാര്യങ്ങൾ പരിചയപ്പെടുത്താനാണ്. ഒന്ന് നാനോ യൂറിയ, പിന്നെ ഒന്ന് ഡ്രോൺ ടെക്നോളജി. അപ്പോൾ ഈ നാനോ യൂറിയനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ സാധാരണ യൂറിയ എടുത്തില്ലേ, ആ സെയിം സാധനം തന്നെയാണ്. അത് സാധാരണ യൂറിയ ഇടുമ്പോൾ നമുക്ക് നൈട്രജൻ കിട്ടുന്ന നാനോ യൂറിയയിൽ നൈട്രജൻ തന്നെയാണ് ചെടികൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധാ യൂറിയനേക്കാളും ഇതിൻ്റെ കണികൾ വളരെ കുറവാണ്, ചെറുതാണ്. ഇനി ഇത് ഒരു വെള്ളം പോലെയാണ് ഇരിക്കുന്നത്.
മറ്റേതുപോലെ ഇതല്ല, ഇത് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. അപ്പം പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതുപോലെ മണ്ണിലല്ല നമ്മൾ ഇടുന്നത്, ഇത് നേരിട്ട് നമ്മൾ ചെടികളുടെ ഇലകളിലേക്ക് തളിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലകളിൽ നേരിട്ട് തളിക്കുമ്പോൾ ചെടികൾക്ക് പെട്ടെന്ന് അത് നൈട്രജൻ കുറേ കൂടി കിട്ടും. മറ്റേ മണ്ണിലിട്ട് കുറേ നഷ്ടപ്പെട്ടു പോകും മണ്ണിലിടുമ്പോഴത്തേക്ക്. ഇത് കുറച്ചുകൂടെ കൂടുതലായിട്ട് ചെടികൾക്ക് കിട്ടും. അതേപോലെ തന്നെ ഇതിപ്പോൾ 500 ml ബോട്ടിലാണ്. ഈ 500 ml ബോട്ടിലിൽ കത്തോലിക്ക യുവജന സംഘടനയായ ഒറ്റപ്പാലം ഫൊറോന KCYMന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ മെഗാ കരോൾ സംഘടിപ്പിക്കും. ഈ മാസം 23-നാണ് കരോൾ നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കത്തോലിക്ക യുവജന സംഘടനയായ ഒറ്റപ്പാലം ഫറോനോ KCYMന്റെ നേതൃത്വത്തിലാണ് 3ാമത് ജിമോജോ മെഗാ കരോൾ സീസൺ 3 പട്ടാമ്പിയിൽ വെച്ച് നടത്തുന്നത്. പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയവുമായി സഹകരിച്ചാണ് കരോൾ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വെച്ച് ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി ഒറ്റപ്പാലം താലൂക്കുകളിലെ എല്ലാ ക്രൈസ്തവ സഭകളിലെയും അംഗങ്ങൾ കരോളിൽ പങ്കെടുക്കും. മേലെ പട്ടാമ്പി ഹോളി ക്രോസ് ലാറ്റിൻ ദേവാലയത്തിന് സമീപത്തുനിന്നുമാണ് വൈകുന്നേരം 3-ന് കരോൾ റാലി ആരംഭിക്കുക. ചെറുപ്പശ്ശേരി റോഡ് വഴി മേലെ പട്ടാമ്പി ജംഗ്ഷനിലൂടെ പോലീസ് സ്റ്റേഷൻ മുന്നിലെത്തി കിഴാർ റോഡിലേക്ക് പ്രവേശിച്ച് 6 മണിയോടുകൂടി പട്ടാമ്പി സെന്റ് പോൾസ് സ്കൂൾ ഗ്രൗണ്ടിൽ റാലി എത്തിച്ചേരും. തുടർന്ന് ക്രിസ്മസ് ആഘോഷങ്ങളും നടക്കും. മേലെ പട്ടാമ്പി ഹോളി ക്രോസ് ദേവാലയത്തിൽ നിന്ന് ഞങ്ങൾ റാലി ആരംഭിച്ചുകൊണ്ട് ചെറുപ്പശ്ശേരി റോഡിലൂടെ മേലെ പട്ടാമ്പിയിലൂടെ കടന്ന് കീഴായൂർ റോഡിലേക്ക് പ്രവേശിച്ച് സെന്റ് പോൾസ് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് സമാപിക്കുന്ന വിധത്തിലാണ് ഈ ഒരു ക്രിസ്മസ് കരോള് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. തുടർന്ന് വിവിധ ഇടവകളിൽ നിന്നും വരുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ യുവജനങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ, കരോൾ ഗാനങ്ങൾ, അതുപോലെ ഡാൻസുകൾ, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളെല്ലാം കൂടി ഏകദേശം 8 മണിയോടുകൂടി അവസാനിക്കുന്ന വിധത്തിൽ ഞങ്ങളിത് ക്രമീകരിക്കുന്നു. 1500-ലധികം ആളുകൾ കരോളിൽ പങ്കെടുക്കും. 250ഓളം ക്രിസ്മസ് പാപ്പാമാരും റാലിയിൽ അണിനിരക്കും. ടേബ്ലോ, ഫ്ലാഷ് മോബ് എന്നിവയും ഇതിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ കരോൾ റാലിയിൽ ആഘോഷ പരിപാടികളിലും മുഖ്യാതിഥിയാകും. റാലിയുടെ ഫ്ലാഗ് ഓഫ് മേലെപ്പട്ടാമ്പി ഹോളി ക്രോപ്സ് ലാറ്റിൻ ദേവാലയത്തിലെ വികാരി ഫാദർ ഫ്രാൻസിസ് സേവ്യർ നിർവഹിക്കും. ഇതിന്റെ നടത്തിപ്പിനായി 75-അംഗ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. 1500-ലധികം ജനങ്ങൾ അണിനിരക്കുന്ന മെഗാ എക്യുമെനിക്കൽ ക്രിസ്മസ് കരോളാണിത്. ഈ ക്രിസ്മസ് കരോളിൽ ഏകദേശം 250-അധികം പാപ്പമാരും അതോടൊപ്പം തന്നെ ഈ മഹാറാലിയിൽ ടാബ്ലോ, ഫ്ലാഷ് ഓഫ് എന്നിവ ഉൾപ്പെട്ടുകൊണ്ട് വളരെ ആഘോഷപൂർണമായ ഒരു ക്രിസ്മസ് കരോളാണ് നമ്മുടെ പട്ടാമ്പി നഗരമധ്യത്തിലൂടെ കടന്നു പോകാൻ വേണ്ടി ഒരുങ്ങുന്നത്. ഇതിലെ വിശിഷ്ടാതിഥിയായി എത്തുന്നത് നമ്മുടെ പാലക്കാട് രൂപതയുടെ രൂപതാധ്യക്ഷനായിട്ടുള്ള നമ്മുടെ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവാണ്. വാർത്താ സമ്മേളനത്തിൽ ഫാദർ അൽജോ കുറ്റിക്കാടൻ, വിമൽ തോമസ്, ED വിൽസൺ, അനീഷ് തോമസ്, ആരോൺ, KG ബൈജു എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. CPIM ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി. ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും ഭൂമാഫിയുമായി ഒത്തുകളിച്ച് പഞ്ചായത്ത് ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നതിനെതിരെയും കമ്മ്യൂണിറ്റി ഹാളിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും തെരുവുവിളക്കുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. ഏരിയ കമ്മിറ്റി അംഗം TP കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം TM കുഞ്ഞുകുട്ടൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം PR കുഞ്ഞുണ്ണി, ലോക്കൽ സെക്രട്ടറി KR വിജയമ്മ, പഞ്ചായത്ത് അംഗം PV രജീഷ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ പാവപ്പെട്ടവരുടെ നികുതിപ്പണം ഭൂമാഫിയയ്ക്ക് വേണ്ടിയും ഇട്ടക്കാർക്ക് വേണ്ടിയും തീരെഴുതിക്കൊടുത്ത് റോഡ് വെട്ടിക്കൊടുത്ത് അവരിൽ നിന്നും കമ്മീഷൻ തുക കൈപ്പറ്റിയ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ UDF മെമ്പർമാരുടെ അഴിമതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPIMന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നാട്ടിൽ വികസനം വേണ്ടേ, റോഡ് ഉണ്ടാവണ്ടേ, അതുകൊണ്ട് നിങ്ങളുടെ ആളുകളോട് പിരിഞ്ഞു പോകാൻ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ അങ്ങനെ റോഡില്ലല്ലോ, ഉണ്ടെന്ന് CI. ഇതങ്ങോട്ട് പ്രധാന റോഡിലേക്ക് മുട്ടുന്നതാണ് സാറേ, എന്നോട് ഇങ്ങോട്ട്. അപ്പോൾ എനിക്ക് ഉത്തരപ്പെട്ട് ഞാനത് റോഡ് കണ്ടിട്ടില്ലേ, അങ്ങനെ റോഡ് ആരും ശ്രദ്ധപ്പെട്ടിട്ടില്ലേ. ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശം ജനങ്ങളെ കാണാനാണോ നമ്മളൊക്കെ പോവുക, പൊതുപ്രവർത്തകന്മാർ. അവിടെ ഒരു ജനവും താമസിക്കുന്നില്ല, അവിടെ അങ്ങനെ റോഡും ഇല്ല. അത് ശ്രദ്ധപ്പെട്ടിട്ടില്ല. ഇനി പുതുതായുള്ള റോഡുണ്ടോ നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം CI പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. എന്നിട്ടും ഞാൻ പറഞ്ഞു, സാർ എന്തായാലും ജനങ്ങളൊക്കെ കൂടി തടുത്തതല്ലേ, ഇന്ന് അവിടെ നിൽക്കട്ടെ, നമുക്കൊന്ന് കൂടി ആലോചിക്കാം, നാളെയോ മറ്റന്നാളോ ചെയ്യാം. ഞാൻ CIയോട് പറഞ്ഞതാണ്, CIയുടെ മുഖത്ത് നോക്കിയിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. എന്താണ് ഇങ്ങനെ സമീപനം സ്വീകരിക്കേണ്ട കാര്യം?
പാർലമെന്റിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ 141 പാർലമെന്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്ത നടപടി ബി.ജെ.പി. സർക്കാരിന്റെ ജനാധിപത്യത്തെ കശാപ്പു ചെയ്യലാണ് എന്ന മുദ്രാവാക്യമുയർത്തി എസ്.ഡി.പി.ഐ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി തൃത്താല മണ്ഡലം കമ്മിറ്റി പടിഞ്ഞാറങ്ങാടി സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പാർട്ടി മണ്ഡലം പ്രസിഡന്റ് താഹിർ കൂനമൂച്ചി, ട്രഷറർ അസ്ലം, അബൂബക്കർ പത്തിൽ, അൻവർ, മൊയ്തു മണിയാറത്ത്, സുലൈമാൻ കൊള്ളനൂർ എന്നിവർ നേതൃത്വം നൽകി. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെതിരെ പോലീസ് അക്രമത്തിനെതിരെ അംഗരക്ഷകരെ പോലും ദുരുപയോഗപ്പെടുത്തി രാഷ്ട്രീയ എതിരാളികളെ തല്ലിച്ചതയ്ക്കുന്ന ഭരണത്തിനെതിരെ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനവും മാർച്ചും നടത്തി. സ്ത്രീകളടക്കം നൂറുകണക്കിന് പ്രവർത്തകർ ചേർന്ന് ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ തടഞ്ഞു. തുടർന്ന് ഷൊർണൂർ തൃശൂർ ഹൈവേയിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് പി.ഐ. ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ കെ പ്രേമൻ, ബഷീർ, അനൂപ്, രാജൻ വരവൂർ, ഹമ്മദ് മുള്ളൂർക്കര എന്നിവർ നേതൃത്വം നൽകി. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ശിവദാസൻ, ഷഹീർ ദേശമംഗലം, മാധവൻകുട്ടി, മൊഹിയുദ്ദീൻ, സുലൈമാൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരേ സമയം ബഹുജന മാർച്ച് ഇന്ന് നടത്തുന്നു. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തുന്ന മാർച്ച് സ്റ്റേഷന്റെ മുന്നിൽ വരിയിൽ തടയാൻ തീരുമാനിച്ചിരിക്കുന്നത് CPM-ന്റെ ഏരിയ സെക്രട്ടറി ആണ് എന്നുള്ളത് ആണ്. ഇതിന്റെ പുറകിൽ നിൽക്കുന്ന CA-യുടെ റോളിൽ നിൽക്കുന്നത് ഏരിയ സെക്രട്ടറിയാണ്. അപ്പൊ ഏരിയ സെക്രട്ടറിയുടെ തീരുമാനപ്രകാരം നടുറോട്ടിൽ ജനങ്ങൾക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ട വഴിയിൽ ആ വഴി തടഞ്ഞു നിർത്തിയത് CPM-ന്റെ ഏരിയ സെക്രട്ടറി പറഞ്ഞിട്ടാണ് ഇവർക്ക് CIE നടപ്പിലാക്കിയിരിക്കുന്നത് എന്നുള്ളത്. കേസും ഇതൊന്നും ഞങ്ങൾക്ക് പുതിയല്ല എന്നുള്ളത് പോലീസുകാരോട് ഞാൻ ആദ്യമായി പറയുകയാണ്. കേരളത്തിലെ തിരുവോരങ്ങളിൽ നമുക്കറിയാം, 32 ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് കാസർഗോഡ് കരിങ്കൊടി കാണിച്ച, പഴയങ്ങാടിയിൽ കരിങ്കൊടി കാണിച്ച സഹപ്രവർത്തകരായ യൂത്ത് കോൺഗ്രസുകാരെ ചെടിച്ചട്ടി കൊണ്ട് തലതല്ലി കൊടുത്തത് പോലീസും ഡിവൈഎഫ്ഐക്കാരും കൂടിയാണ്. അന്ന് ആരംഭിച്ച കരിങ്കൊടിയുടെ പ്രതിഷേധം കൊല്ലത്തെത്തിയപ്പോൾ പ്രിയമുള്ളവരെ തലപ്പൊട്ടിയത് ഡിവൈഎഫ്ഐക്കാരനാണ്. യൂത്ത് കോൺഗ്രസുകാരുടെ കാലം അങ്ങനെ കുതിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. ഈ നാട് വലിയ പ്രതിസന്ധി നേരിടുന്ന സമയമാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ്. നമ്മുടെ കടകളിലൊക്കെ ഭക്ഷ്യവസ്തുക്കളുടെ ഗണ്യമായ വർധനമുണ്ടായിരിക്കുന്ന സമയമാണ്. ഉച്ചക്കഞ്ഞിക്ക് കുട്ടികൾ. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.